ഇങ്ങനെ ഒരു കളിപ്പാട്ടഭ്രാന്തനെയാണല്ലോ കിട്ടിയെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? നല്ലതല്ലേ? ഇല്ല, ഗണേശേട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം നമ്മളൊന്നും ബാക്കിയെല്ലാം ഉണ്ട് ഇവിടെ. ഓ, ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിൽ പാളാക്കാൻ തെറ്റൂല്ലേ? പാളം തെറ്റും. നമ്മളിപ്പോ കുറച്ച് ദിവസം വെറുതെ വെച്ചിരുന്നാലും പാളം തെറ്റും. പിന്നെ സെറ്റ് ചെയ്യാൻ സമയം എടുക്കും. കാരണം ഇത് എത്ര സെക്കൻഡുള്ള വീഡിയോ? 15-20 സെക്കൻഡ്. 15 സെക്കൻഡുള്ള വീഡിയോ. പത്രക്കാരോടാ പറയണേ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിനെ കുറ്റം പറഞ്ഞ ആരാ? അല്ല, പക്ഷെ അതിന് കുറ്റം പറഞ്ഞത് ആരാ? പുള്ളി 15 സെക്കൻഡ് അല്ലേ പറഞ്ഞേ? അല്ല, അതിന് നിങ്ങൾ ഇത്രയും വിമർശിക്കുന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന്റെ ആവാസത്തോളം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പോസ്റ്റർ പ്രതിഷേധവുമായി തിരുവനന്തപുരത്തെ ബസ് സ്റ്റോപ്പിലേക്ക് പ്രതിഷേധവുമായി കടന്നത്. നമുക്കറിയാം, കേരളത്തിലെ പോലീസ് നമ്മൾ കണ്ടതാണ്. എന്താ വിധേയത്വം? പിണറായി വിജയന്റെ പടത്തിന് മുകളിൽ ഒരു പടം ഒട്ടിച്ചാൽ കേരളത്തിലെ പോലീസ് പൊള്ളുകയാണ്. AKG സെന്ററിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടുള്ള ആ ആത്മാർത്ഥത അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനും ജനങ്ങളും തിരിച്ചറിയുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഈ അടുത്ത സമയത്താണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തത്. ആ സമയത്ത് അറിയാലോ, ഒരുപാട് സ്ത്രീകളാണെങ്കിലും കോഴി 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 എന്നും പറഞ്ഞിട്ട് പോസ്റ്റർ അടിച്ചിറക്കുന്നു, സമരം ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ കല്യാണം കഴിച്ച്, രണ്ടാമത്തെ കല്യാണമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. 2 ദിവസം മുമ്പ് ആ സ്ത്രീ വന്ന് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? അവർ പിന്നെ നൈസായിട്ട് അതങ്ങ് പ്ലേറ്റ് അങ്ങ് തിരിച്ചു. 2 ദിവസം മുമ്പ് പറഞ്ഞത് എന്തുവാണ്? ശ്രീരേഖ IPS അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു സ്ത്രീയായിട്ട് പുള്ളി അത് കണ്ടു. എന്തൊക്കെയാ വന്ന് പറഞ്ഞത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടുത്തെ ജനങ്ങളോടാ ചോദിക്കുന്നത്. ഇതിനേക്കാളും അന്തസ്സുണ്ടല്ലോ ഈ ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളുണ്ടല്ലോ. അവർ പിന്നെ കഷ്ടപ്പാട്, അവരുടെ ജീവിതമാർഗം എന്താ പറയുക, മോശമായിക്കൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ആ ഒരു പണിക്കിറങ്ങുന്നത്. അവർക്ക് ഇതിനേക്കാളും അന്തസ്സില്ലേ? ഞാൻ ഇവിടുത്തെ സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. ഇത്രയും 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയ വന്നിട്ട് ആ സ്ത്രീ പറഞ്ഞിട്ട് വാക്ക് മാറ്റുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള രീതിയിലാണ്. ഗണേഷ് കുമാർ ചെയ്താൽ ആഹാ, രാഹുൽ മാങ്കൂട്ടൻ ചെയ്താൽ ഓ എനിക്ക് തോന്നി രാഹുൽ കല്യാണം കഴിക്കാത്തത് കൊണ്ടായിരിക്കും. ഗണേഷ് പിന്നെ കല്യാണമൊക്കെ കഴിച്ചു നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനല്ലേ, പുള്ളിക്ക് എന്തു ആവാം. അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾ ആർക്കാ സപ്പോർട്ട് ചെയ്യുന്നേ? രാഹുൽ മാങ്കൂട്ടത്തിനോ ഗണേശനോ? ഈ 2 വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യുമോ? ഞാൻ ഗണേശനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ. ഓക്കെ, എന്തായാലും പിന്നെ അതുപോലെ തന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് അടിക്കുക. ഞാനത് പറയും. എൻ്റെ എല്ലാ വീഡിയോയിലും അത് കാണുന്നവർക്കറിയാം, പൊളിറ്റിക്സ് കാണുന്നവർക്ക് നല്ല രീതിയിൽ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തോ. എന്തായാലും നമുക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഉമ്മൻചാണ്ടിയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെക്കാം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളിരുന്നൊന്ന് കാണുക. ഇവിടെ ഒരു മന്ത്രിക്കില്ലാത്ത നേട്ടമാണ് ഇന്ന് മന്ത്രി ഗണേഷ് കുമാർ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കറിയോ, 2 മന്ത്രിമാരും 5000 കാമുകമാരുമുള്ള കേരളത്തിലെ ഒരേ ഒരു മന്ത്രി, അത് മന്ത്രി ഗണേഷ് കുമാറാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് അഭിമാനത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു നടക്കാൻ പറ്റുന്ന ഒരു നേട്ടമായി ഇടതുപക്ഷം കൊണ്ടു നടക്കട്ടെ. ഇവിടെ ഒരു കാര്യമേ പറയാനുള്ളൂ. എന്തെടുത്താലും കേരളത്തിലെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോട് ചോദിച്ചാൽ പറയും ഇന്നലെ നടന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന വിഷയം കുടുംബ വിഷയമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ആ ഗണേഷ് കുമാറിനോട് പറയാനുള്ളത്, ആ ഗണേഷ് കുമാർ ഇരിക്കുന്ന കസേരയുണ്ടല്ലോ, ആ പദവി അത് ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അത് ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ മര്യാദയും സദാചാരവും കാണിക്കണമെന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. എന്താണ് അദ്ദേഹം വാശിയോടുകൂടി പറയുന്നത്? 5000 പേരോടുകൂടി എനിക്ക് പ്രണയമുണ്ടെന്ന്. എത്ര വലിയ അശ്ലീലമാണ് ഒരു മന്ത്രിയുടെ വായിൽ നിന്നുണ്ടാകുന്നത്. ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. എന്താ ഗണേഷ് കുമാറിന്റെ രാജി വേണ്ടെന്നാണ്. ഇപ്പം യൂത്ത് കോൺഗ്രസ്സുകാർ ഇതൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും, നിന്റെ കൂട്ടത്തിലൊരു കോഴി ഉണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. ഓക്കെ, അത് ചോദിക്കാൻ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. പക്ഷെ നിയമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. രാഹുലിന് മാത്രം പ്രത്യേകത, ഇവന് മാത്രം എന്താ പ്രത്യേകത? രാഹുലിന് വേറൊരു നിയമം, ഇവന് വേറൊരു നിയമം. ഇത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ തന്നെ പറ. കഷ്ടം. ഇനി നമുക്ക് ഉമ്മൻചാണ്ടിയോട് ചെയ്ത ദ്രോഹങ്ങളും കാര്യങ്ങളൊക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ മനുഷ്യനെ, ആ ഒരു സ്ത്രീയെ നശിപ്പിച്ചെന്നും പറഞ്ഞിട്ട് എന്തൊക്കെയാ, മനുഷ്യന്റെ ഭരണം വരെ നഷ്ടപ്പെട്ടു. നല്ല രീതി ഭരിച്ചുകൊണ്ട് വന്ന ഉമ്മൻചാണ്ടിയുടെ ഇന്ന് ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ വയ്യാഴി അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം വന്നെല്ലാം കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു സരിതയും പോട്ടെ. CBIയുടെ അന്വേഷണം അവസാനം അറിയുന്നത് പുള്ളി നിരപരാധിയാണെന്ന്. എന്നിട്ട് അതിൻ്റെ ആ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം അദ്ദേഹം വായിച്ച് കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജീവൻ പോവായിരുന്നു ആ മനുഷ്യൻ്റെ. ഇതിൻ്റെയൊക്കെ പാവങ്ങളൊക്കെ നീയൊക്കെ എവിടെ കൊണ്ട് കളയും? പ്രത്യേകിച്ച് ഗണേഷ് കുമാറിനെ പോലുള്ള ഒരു നാറി. ചില കാര്യങ്ങളൊക്കെ അയാൾ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാനും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഒരുത്തൻ്റെ ജീവിതം വെച്ച് കളിച്ച് നേടിയ സീറ്റാണത്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ മണ്ടര. കുറേ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ആൾക്കാർ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് പറയണമെന്നുണ്ട്. എന്തായാലും ഷൈൻ ടോം ചാക്കോ പറയുന്നത് ഞാനൊന്ന് വെക്കാം. ഇത് എത്ര സെക്കൻഡുള്ള വീഡിയോ? 15 സെക്കൻഡുള്ള വീഡിയോ. പത്രക്കാരോടാ പറയണേ. ഇത്രയും ഉമ്മൻചാണ്ടിയുടെ കുറ്റം പറഞ്ഞാരാ? അല്ല, പക്ഷെ അതിന് കുറ്റം പറഞ്ഞതാരാ? പുള്ളി 15 സെക്കൻഡൊക്കെ പറഞ്ഞേ. അല്ല, അതിന് നിങ്ങൾ ഇത്രയും വിമർശിക്കുന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ ഉമ്മൻചാണ്ടിനെ പഴി പറഞ്ഞതാരാ? അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? അല്ല, അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? മാപ്പ് അയാൾ ജീവിച്ചിരിക്കുമ്പോ സ്വസ്ഥത കൊടുക്കാതെ മരിച്ചു കഴിയുമ്പോ അയാളുടെ അടുത്ത് മാപ്പ് പറഞ്ഞാൽ അയാൾക്ക് വല്ലതും കിട്ടും? ഈ മരിച്ചു കഴിഞ്ഞാൽ എന്നോട് മാപ്പ് പറഞ്ഞാൽ എനിക്ക് കിട്ടുമോ? അല്ല, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്നോട് മാപ്പ് പറഞ്ഞാൽ എനിക്ക് കിട്ടുമോ? അത്രയും കാലം അയാളുടെ കുടുംബം, അയാളുടെ ബന്ധുക്കൾ, അയാളുടെ പാർട്ടി, അയാളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ അനുഭവിച്ചില്ലേ? എന്ത് പറഞ്ഞിട്ട്? പക്ഷെ ഉപയോഗിച്ച വാക്കിയതായാലും അത്രയും കാലം കുറ്റം പറഞ്ഞതാരാ? അത്രയും കാലം കുറ്റം പറഞ്ഞതാരാ? എതിർ പാർട്ടിക്കാരാ. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ CD തപ്പിപ്പോയതാരാ? കോയമ്പത്തൂർക്ക് ആരാ പോയത്? പത്രക്കാര്. എന്ത് CD തപ്പിപ്പോയി? പുള്ളി ഏത് സരളേഖനം CD തപ്പിപ്പോയതല്ലോ, സ്ഥാനാരോഹണം CD തപ്പിപ്പോയതല്ലോ. ഈ CD തപ്പിപ്പോയതും പുള്ളിയെ ചേർത്ത് കഥകൾ മെനഞ്ഞതും എത്ര കാലം ചോറുണ്ടു. എന്നിട്ട് പുള്ളി മരിച്ചപ്പോ കണ്ണീരൊഴുക്കിയും ചോറുണ്ട്. സത്യം. പ്രത്യേകിച്ച് ഇവിടുത്തെ ന്യൂസ് വായിക്കുന്നവന്മാര് അതുപോലെ ആ മനുഷ്യനെ ദ്രോഹിച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അവർക്കെല്ലാം ഫാമിലി ഉണ്ട്. ആ മനുഷ്യന്റെ ജീവിതവും എന്നിട്ട് നിരപരാധിയാണ്. വേണ്ടേ, ഒരു നാണവും മാനവും ഇല്ലാതിരുന്ന് ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ പോലുള്ള ഒരു നാറി കാരണം ഇവൻ ചെയ്ത ഓരോ ദ്രോഹങ്ങളും മമ്മൂട്ടിയൊന്നും അടുപ്പിക്കുന്നത് പോലും ഇല്ലല്ലോ. അദ്ദേഹത്തിനെ കണ്ടിട്ടത് കണ്ടോളാം. ഇതുപോലെ ദ്രോഹം ചെയ്തിട്ട് ജനങ്ങളുടെ മുന്നേ ഇറങ്ങിയിട്ട് ഒരു 10 വീഡിയോ വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ 10 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷം അങ്ങോട്ട് വാരി വിതറി കഴിഞ്ഞാൽ പുണ്യാളൻ. ഇവനെ പിന്നെ പുണ്യാളനാക്കും, ഇവൻ്റെ പ്രതിമ വെക്കും, അതേ മാലയിടാൻ കുറേ ആൾക്കാർ, അതേ തീർത്ഥം ഒഴിക്കാൻ കുറേ ആൾക്കാർ, എന്നിട്ട് ആ തീർത്ഥം കൊണ്ടുപോയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാൻ കുറേ ആൾക്കാർ. പക്ഷെ ഇവൻ വന്ന വഴിയോ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പോലെയാണ് ഇപ്പോൾ വന്നത്. ഭാര്യ വരെ നൈസായിട്ട് അങ്ങ് പിന്നെ ഉളുപ്പും നാണവും മാനും ഇല്ലാതെ വന്ന് കാലി പിടിച്ച് നടക്കുന്ന ഒരു എച്ചി, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഉളുപ്പും മാനവും ഒന്നുമില്ല. കരഞ്ഞാണെങ്കിലും സ്വന്തം നേട്ടത്തിന് വേണ്ടി. കഷ്ടം. ഇനി കുറച്ച് വീഡിയോസുകൾ കാണാം. അതെ 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 ഗണേശേട്ടന് ഇഷ്ടമുള്ള കളറാണ് ബ്ലൂ. ഗണേശേട്ടന് ഇതൊന്നും അല്ല നോക്കുന്നത്. ഗണേശേട്ടന് പെർഫെക്ഷൻ എന്തെങ്കിലും ഇതൊന്നും നോക്കില്ല. വയറ് അവിടെ ആ പ്രശ്നമുണ്ടോ, ഇതിൽ ലൈറ്റ് പ്രശ്നമുണ്ടോ, ഇതൊക്കെയാ നോക്കുന്നത്. പ്ലംബിങ് ശരിയാണോ, വെള്ളം പോയി തുറന്നു നോക്കും, അങ്ങനെയൊക്കെയാ പ്രശ്നം. അപ്പൊ എന്നോട് 4 ദിവസം മുമ്പ് ഷൂട്ടില്ല ഉള്ളത് തിരുവനന്തപുരത്ത്, എന്നോട് പറഞ്ഞ അവിടെ എല്ലാം ശരിയാണ്, ഞാൻ വന്ന് അവിടെ നിലനിൽക്കാനുള്ള ഒരു അവസരം. ഈ സംസാരിക്കുന്നത് ആരുമല്ല, മറ്റേ ബിന്ദുവാണ്, ഇപ്പോഴത്തെ വൈഫ്. അവരുടെ നേരത്തെ ഒരു വീഡിയോ ആണ്. ഞാനത് കട്ട് ചെയ്ത് വെച്ചതിൻ്റെയാണ്. അവരുടെ ഫേസ് കാണാൻ പറ്റത്തില്ല. ഏതായാലും നിങ്ങൾക്ക് സൗണ്ട് കേട്ട് നിങ്ങളത് മനസ്സിലാക്കിക്കോ. കള്ളി ഞാനങ്ങനെ മുഹൂർത്തം നോക്കാറില്ല. എല്ലാം നല്ല സമയമാണ്. നല്ല കാര്യങ്ങൾ നടക്കുന്നതെല്ലാം നല്ല സമയം. ചിങ്ങമാസം എന്നൊരു ആഗ്രഹം ഉണ്ടായത്, അതുകൊണ്ടാണ് പിന്നെ ഹരിയോട് ചോദിച്ച് ഹരി ഒരു നല്ല ദിവസം ഇന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ. ഇപ്പം നിനക്ക് എന്തായാലും മോശം സമയം എടുത്തിട്ടുണ്ട് മോനെ. നിന്റെ പതനം തുടങ്ങിയിട്ടുണ്ട്. ഉള്ളത് പറയാലോ. ആ മുഹൂർത്തം എടുത്തു. ഞാൻ എന്റെ സുഹൃത്തുക്കൾ വിദേശത്തൊക്കെ എന്നെ സഹായിച്ച് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്, സ്വന്തം നിലയ്ക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വീടുകൾ വെച്ചിട്ടുണ്ട്. വിധവകൾ, ആരാരും ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളാണ് ഞാൻ കൊടുത്ത പ്രാധാന്യം. സ്നേഹമുള്ള അതെ, ആ സ്ത്രീകൾ ആരൊക്കെ എന്തൊക്കെ അവസ്ഥയിലാണെന്ന് ഇനി ദൈവം തമ്പുരാന് മാത്രം അറിയാം. തപ്പിപ്പോയാൽ അറിയാം എന്തൊക്കെയാ സംഭവം. പിന്നേരെ മോനെ, അധികാരത്തിൽ എത്തിയ കാര്യമുള്ളൂ. എന്ത് പഠിച്ചു എന്നുള്ളതല്ല, ആ വ്യക്തി എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനം. ഒരാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനേക്കാൾ അയാളുടെ സ്വഭാവത്തിലുള്ള ഒരു ഗുണം, മേന്മ, തിളക്കം, വ്യക്തിത്വത്തിലുള്ള തിളക്കം, അതാണ് ലോകത്തെ ഏറ്റവും വലുത്. എല്ലാം തികഞ്ഞ ഒരു പുണ്യാളൻ. വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഏറ്റവും അവസാനം ഞാനൊരു വീഡിയോ വെച്ച് തരാം. അതിനു മുമ്പ് നമുക്ക് ശ്രീരേഖ IPS പറയുന്നതിന്റെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനാണ് വില. ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് ബന്ധപ്പെട്ട ഗണേഷ് കുമാർ പറഞ്ഞത് ആരാണ് ശ്രീലേഖ, അവർക്ക് മേയർ ആവാത്തതിന്റെ പ്രശ്നം തീർന്നെന്നൊക്കെയാണ്. പക്ഷെ ബിന്ദു മേനോൻ പറഞ്ഞത് എന്റെ ബന്ധുവായ ശ്രീലേഖയെ വിളിച്ചിട്ടാണ് പോലീസ് സഹായം തേടിയത്. ബിന്ദു താങ്കളെ വിളിച്ചിരുന്നു തോന്നുന്നു അല്ലെ അന്ന്?
അതെ, ശനിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1:30-2 ബിന്ദു എന്നെ വിളിച്ചിരുന്നു. ഡിസ്ട്രസ്ഡ് ആയിരുന്നു ആള്. അപ്പൊ ഞാൻ ബിന്ദു എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അറ്റാക്കൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം എന്നും പറഞ്ഞു. അത് ഞാൻ ഇപ്പൊ വിവരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ബിന്ദു എന്നോട് എന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു മോളെ 112 വിളിക്കും. എന്ത് ശരിയല്ലെന്ന് ഈ പറയുന്നേ? ആ ഒരു സ്ത്രീ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങളൊരു സ്ത്രീ അല്ലേ മേഡം? അന്ന് അവരാ പോലീസിനെ വിളിച്ചിട്ട് പോലീസ് അവിടെ ചെന്നിട്ട് പോലുമില്ല. ചെന്നു കഴിഞ്ഞപ്പോൾ ഇവരെ പൂട്ടിയാൻ കണ്ടിട്ടൊക്കെയായിരുന്നു. പോലീസിന്റെ പാട് നോക്കി പോവുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്ത്രീ വിളിച്ചിട്ട്. അപ്പം ഒരു മന്ത്രിയായിട്ട് ഇരിക്കുന്നവൻ എന്ത് തോന്നിയാസം കാണിക്കാന്നല്ലേ എൻ്റെ അർത്ഥം? അതും ഭാര്യ വേറൊരു സ്ത്രീയുമായിട്ട് ഉള്ള എന്ത് കോപ്പ് വേണമെങ്കിലും നടത്തിക്കോ. അവർ വന്നിട്ട് പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ട് മേഡമൊക്കെ അത് നിസ്സാരമായിട്ട് ഞാനിതൊന്നും കൂടെ പറയുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടെന്ന് ഞാനൊന്ന് ചോദിച്ചാലോ? ഞാൻ നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ. എന്തിനും പറ, കേക്കട്ടെ. വിളിച്ചിട്ട് പോലീസിനോട് വരുമ്പോ അവര് പോലീസ് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ പോലീസ് വന്നിട്ടും സംസാരിച്ചിരുന്നു. പിന്നെ എന്താ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് ബിന്ദുവിന്റെ കാര്യമാണല്ലോ. അപ്പൊ ഇതിൽ ഹെൽപ്പ് കിട്ടിയത്. പക്ഷെ ഒരു ജസ്റ്റിസ് അവിടെ കിട്ടാത്തൊരു പ്രശ്നം ആസ് എ IPS ഓഫീസർ ആയിരുന്ന ആളെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? പോലീസിന്റെ ഭാഗത്തുനിന്നും അവിടെ ഒരു അങ്ങനെയുണ്ടോ? പോലീസ് സെൻസിറ്റീവ് ആണല്ലോ, ഇഷ്യൂ സെൻസിറ്റീവ് ആയതുകൊണ്ട് സമയവും അതല്ലേ, ഇലക്ഷനൊക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് പോലീസിനെ ചിലപ്പോൾ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു സീനിയർ ലെവലില്. പക്ഷെ ഒരു സ്ത്രീയാണ് ആവശ്യപ്പെടുന്നത്, എന്നിട്ടും ആ ഒരു ആക്ച്വലി കംപ്ലീറ്റ് സോറി, ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ് ഫർദർ അബൌട്ട്. ആരാണ് സ്ത്രീയിലേക്കെന്നാണ് മന്ത്രി ചോദിച്ചത്? ചോദിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും അവരുടെ മറുപടി നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് അത്ര രസകരമായിട്ട് തോന്നിയില്ല. ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? കഷ്ടം. ഇനി ഗണേശ് മോന്റെ കുറച്ച് കളിപ്പാട്ടങ്ങളുടെയൊക്കെ കളി കണ്ടിട്ട് വരാം. കള്ളക്കളി. അമ്മ ഒരു ട്രാക്ടർ കൊടുത്തു, ചുവന്ന ട്രാക്ടർ, ഡൈകാസ്റ്റർ. ഇതാരും അടിച്ചോണ്ട് കൊട്ടാരക്കര വീട്ടിൽ. ഒരുപാട് വർഷം ഞാൻ അതിനുവേണ്ടി തിരയുമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ അത്തരത്തിലൊരു ട്രാക്ടർ ഒരു ഫ്രണ്ട് യൂറോപ്പിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നു. ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നാട്ടിലെ കൊച്ചുകുട്ടികൾ എന്നെ ഓടിച്ചിട്ട് പിടിക്കും. അവർക്കാരും പ്രായം കുറഞ്ഞ ഒരാൾ വട്ടായിട്ട് പിടിക്കുന്ന ആൾക്കാരായിരിക്കും. പാളം തെറ്റും. നമ്മളിപ്പോ കുറച്ച് ദിവസം വെറുതെ വെച്ചിരുന്നാലും പാളം തെറ്റും. പിന്നെ സെറ്റ് അയച്ചിട്ട് സമയം എടുക്കും. കാരണം എവിടെയാണ് ഇവൻ വളഞ്ഞു പോയെന്നുള്ള കാര്യം സംശയം വരുന്നത്. ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല. പുള്ളി എവിടെ പോയാലും പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നതാണ്. കാറ്, അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ. എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു. അന്ന് ഇതൊക്കെ കണ്ടപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എവിടെയോ എന്തോ പന്തികേട്. ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ കൊണ്ടുവരുന്നു, ഈ വീട്ടിൽ നിന്ന് ഇനി ആ വീട്ടിൽ കൊണ്ടുവരുന്നു. അങ്ങനെ എത്ര വീട്ടിൽ എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഇനി ദൈവം തമ്പുരാൻ അറിയാം. എന്തായാലും സരിതയുടെ കുഞ്ഞെന്തായാലും വളർന്നിട്ടുണ്ട് നല്ല രീതിയിൽ. അവൻ എന്തായാലും കളിപ്പാട്ടത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വളരെ പ്രശസ്തമായ തൊട്ടിലാണ്. എന്റെ അച്ഛൻ കിടന്ന തൊട്ടിലാണ് കുഞ്ഞിന്. ഇല്ല, ഞാൻ കിടന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അത് നല്ല രീതിയിൽ അവിടെ പോകുന്നുണ്ട് കേട്ടോ, ആ തൊട്ടിൽ. അല്ലെങ്കിൽ ആ തൊട്ടിലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിപ്പോയി. എന്തായാലും അച്ഛൻ കിടന്ന തൊട്ടിൽ വരെ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ആട്ടണ്ട. അച്ഛൻ കിടന്നതാണ് അമ്മൂമ്മ. അത് കഴിഞ്ഞ് അമ്മ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പൊ അതിവിടെ ഉണ്ട്. നമ്മൾ അതിനെ വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുക. പൂക്കളൊക്കെ മാലയൊക്കെ വെച്ച്. ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നു കഴിയുമ്പോ ഇങ്ങനെ ഒരു കളിപ്പാട്ടപ്രാന്തനെയാണല്ലോ കിട്ടിയെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഗണേശനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം നമ്മളൊന്നും സ്റ്റോപ്പ് ചെയ്യാറില്ല. ഓ, നല്ല കളിപ്പാട്ടപ്രാന്തനാണ് കള്ളൻ. അപ്പൊ ഇതാണ് ഒരേ ഒരു പാഷൻ. ഇതാണ് മാത്രമല്ല, ഞാൻ വരുമ്പോ 40 കിലോസ് ആണെങ്കിലും 38 കിലോസും ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗണേശന്റെ കസ്റ്റംസിലും എല്ലാം വിളിച്ച് പറയും ഇങ്ങനെ കൊണ്ടുവരും. കാരണം അത് സുരക്ഷിതമായിട്ട് പാക്കറ്റ് ഇവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു, മാം ഇതില് എന്തെങ്കിലും ഫ്രഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ടോയ്സാണ്. സാറിനുള്ള ടോയ്സ് ആണെന്ന് പറയാൻ പറ്റില്ല, ഹസ്ബൻഡിനുള്ള ടോയ്സ് ആണ്. എന്താണ് ഇത്രയും ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള നോക്കിയൊന്നുമില്ല കളിപ്പാട്ടം. 3 മണിക്കൊക്കെയാണ് ഫ്ലൈറ്റ് വരുന്നത്. ശാന്തനോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മക്കളൊക്കെ കാണുമായിരിക്കും, അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു കളിപ്പാട്ടപ്രാന്തനായി മാറിയതാന്ന് തോന്നുന്നു. എന്തായാലും
ഒരു കോമഡി പീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാവരും നല്ല പ്രതിഷേധമാണ്. കാരണം ഓക്കെ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അത് പിന്നെ പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി. പക്ഷെ ഇവിടെ എന്താ, രണ്ടാൾക്കാരും പെണ്ണ് വിഷയത്തിൽ ഒരുപോലെ നിൽക്കുകയും ചെയ്യുന്ന ഒരുത്തിന് മാത്രം പ്രശ്നം. എന്തായാലും കളിപ്പാട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. ജനങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. കള്ളനല്ലേ ഇവൻ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്.